സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ഇവർ സുരക്ഷിതർ എന്ന് കുടുംബങ്ങൾക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ധരാലിയിൽ 3-ാം ദിനവും രക്ഷാദൌത്യം തുടരുകയാണ്. 130 രക്ഷാപ്രവർത്തകരെ ദുരന്ത മേഖലയിൽ എത്തിച്ചു. രക്ഷപ്പെട്ട മലയാളികൾക്കൊപ്പം ബൽറാം നെടുങ്ങാടിയുണ്ട്. ബൽറാം, എല്ലാവരെയും സുരക്ഷിതരായി തന്നെ എയർലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അനുജ, തീർച്ചയായും ഈ ഗംഗോത്രിയിൽ കുടുങ്ങിപ്പോയ മലയാളികളെ എല്ലാവരെയും തന്നെ സുരക്ഷിതരായി എയർലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ ITBP കേന്ദ്രത്തിന് അകത്തുള്ള ഒരു ഹെലിപാഡിലാണ് ഇവരെ എല്ലാവരെയും തന്നെ എത്തിച്ചത് ഉത്തരകാശിയിൽ. അതിനുശേഷം ഇപ്പോൾ ഹോട്ടലിലേക്ക് എത്തിയിരിക്കുന്നു. 14 പേർ നിലവിൽ ഇപ്പോൾ ഹോട്ടലിലേക്ക് തിരികെ എത്തിച്ചേർന്നിട്ടുണ്ട്. അനുജ, 22 മലയാളികൾ, കേരളത്തിൽ നിന്നുള്ള 10 പേർ അടക്കം 22 മലയാളികളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് ഇവർ അറിയിക്കുന്നത്. എന്തായാലും വലിയൊരു അപകടത്തിന്റെ മുഖത്ത് നിന്നാണ് ഇവർ സുരക്ഷിതരായി തന്നെ ഇവിടെ തിരികെ എത്തിയിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ ഒരു സാഹചര്യം? ഞങ്ങളിവിടുന്ന് ചൊവ്വാഴ്ചയാണ് പോയത്. ചൊവ്വാഴ്ച പോയി ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി അപകടം നടന്നു. അപ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്തു. അവിടെ ഞങ്ങൾക്ക് അന്ന് അക്കോമഡേഷൻ കിട്ടി, താമസിക്കാനുള്ള സൗകര്യം കിട്ടി. പിറ്റേ ദിവസം ഞങ്ങളെ വിവേകാനന്ദ കേന്ദ്രത്തിലേക്ക് മാറ്റി, ഗംഗോത്രി തന്നെ. അവിടെ നമുക്ക് അക്കോമഡേഷനും ഫുഡും എല്ലാം അറേഞ്ച് ചെയ്തു. അടുത്ത ദിവസമാണ് ITBP-ക്കാർ ഞങ്ങളെ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തത്. സേഫായിരുന്നല്ലോ അല്ലേ? സേഫായിരുന്നു. ഈ അപകടത്തിന്റെ സ്ഥലത്തിലൂടെയാണ് നിങ്ങൾ തിരിച്ചു വന്നത്. എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു കാഴ്ച? ക്ലൈമറ്റ് ആകെ മോശമായിരുന്നു. പിന്നെ മിലിറ്ററിക്കാർ പറഞ്ഞിട്ട് ഹെലിപ്പാഡിൽ അവർ എത്തിയത്. പിന്നെ അവരുടെ സപ്പോർട്ട് ഞങ്ങൾ ഇത്ര എത്തി. കാലാവസ്ഥ വരും മോശമാണ്. ഭക്ഷണവും എല്ലാം കിട്ടിയിരുന്നല്ലോ? ഭക്ഷണം എല്ലാം കിട്ടിയിരുന്നു. നല്ല രീതിയിൽ അതൊരു മിലിറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് വളരെ നല്ല രീതിയിൽ ഭക്ഷണ സമയം, ചായ, അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും എത്തിച്ചു തന്നിരുന്നു. അതിൽ സ്പോട്ടിൽ എല്ലാവരും എത്തിക്കാനും ഒരു കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു. മിലിറ്ററിക്കാരോട് ബിഗ് സല്യൂട്ട് പറയാതെ വയ്യ. എന്തായാലും ആർക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, സുരക്ഷിതരായി. അതെ, പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതായത് ആക്ച്വലി ഞങ്ങളൊരു 15-20 മിനിറ്റ് നേരത്തെ എത്തുമെങ്കിൽ ഞങ്ങളതിൽ പെടുമായിരുന്നു. ഭാഗ്യത്തിന് വേറൊരു അമ്പലത്തിൽ ഞങ്ങൾ തൊഴാൻ പോയപ്പോഴാണ് ഇങ്ങനെ സംഭവം അറിഞ്ഞത്. അപ്പോൾ പിന്നെ അവിടെ തന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു ഇൻസിഡൻറ്റ് നടന്ന സ്ഥലത്തേക്ക്. പിറ്റേ ദിവസം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അതിലൂടെയാണ് നടന്നു വന്നത്. ഒരുപാട് കല്ലും അതുപോലെ തന്നെ ബിൽഡിങ്ങുകളെല്ലാം താന്ന് നിൽക്കുന്ന നമ്മുടെ വയനാട്ടിലുണ്ടായ അതേ ഒരു സ്ഥിതിവിശേഷം തന്നെ, അതേപോലെയുള്ള പിക്ചറാണ് അവിടുന്ന് കിട്ടിയിട്ടുള്ളത്. ആ ഒരു സ്ഥലത്തൂടെ നടന്നിട്ടാണല്ലോ നിങ്ങൾ തിരിച്ച്? അതെ. നടന്നാണ്. അതായത് 300 മീറ്ററോളം, ഏതാണ്ട് ഒരു 10-15 ഫീറ്റോളം മഡ് നിറഞ്ഞിരിക്കുക. ആ റോഡ് അങ്ങനെ തകർന്നിരിക്കുകയാണ്. അപ്പോൾ അതിലൂടെയാണ് ഈ ആർമി ഒഫീഷ്യൽസ് ഞങ്ങളെ എത്തിച്ചിരിക്കുന്നത്. ടെമ്പററി പാലം ഉണ്ടാക്കി അതിൽ കൂടെയാണ് ഞങ്ങൾ റോഡിലേക്ക് എത്തിച്ചത്. അവിടുന്ന് ITBP-യുടെ വാഹനത്തിൽ ഏതാണ്ട് 15 കിലോമീറ്ററോളം യാത്ര ചെയ്താണ് ഹെലിപ്പാഡിൽ വന്നത്. ഹെലിപ്പാഡിൽ നിന്ന് ഇന്നലെ തിരിച്ച് നമ്മൾ വേറൊരു കേന്ദ്രത്തിൽ വന്നു. അവിടെ ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തു. ആർമി ക്യാമ്പിൽ സ്റ്റേ ചെയ്തു. അവിടെ നിന്നാണ് ഇന്ന് ഞങ്ങളെ എയർലിഫ്റ്റ് ചെയ്തത്. അനുജ, ഇത്തരത്തിൽ 4 ദിവസത്തോളമായി ഇവരെല്ലാവരും തന്നെ പുറം ലോകവുമായി ബന്ധപ്പെടാൻ യാതൊരു വഴിയുമില്ലാതെ ഫോണൊന്നും തന്നെ പ്രവർത്തിക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. നിലവിൽ അവരുള്ളത് ഉത്തരകാശിയിലാണോ? ഇവരെ നാട്ടിലേക്ക് എത്തിക്കുന്നതിലൊക്കെ അടുത്ത നടപടികൾ എങ്ങനെയാകും? അനുജ, നിലവിൽ ഇവർ ഉത്തരകാശിയിലെ ഹോട്ടലിലാണ്. ഈ ഹോട്ടലിൽ നിന്നാണ് ഇവർ യാത്ര പുറപ്പെട്ടിരുന്നത്. ഇവരുടെ വസ്ത്രങ്ങൾ അടക്കമുള്ള ലഗേജുകളെല്ലാം തന്നെ ഇവിടെ ആയിരുന്നു. അന്ന് രാത്രി ഇവിടെ മടങ്ങിയെത്തി അടുത്ത ദിവസം തിരിച്ചു പോകാനായിരുന്നു ഇവരുടെ പദ്ധതി ഉണ്ടായിരുന്നത്. എന്നാൽ അതിനിടെയാണ് അപകടമുണ്ടായത്. ഇവർ സഞ്ചരിച്ചിരുന്ന ബസ് ഇപ്പോൾ ഈ ഗംഗോത്രിയിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. ആ ബസ് തിരികെ എത്തണമെങ്കിൽ അവിടേക്കുള്ള റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. ആ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നിലവിൽ അവർ പോയ ആ വാഹനം അവിടെ കുടുങ്ങിക്കിടക്കുന്നു. അവർ തിരികെ എത്തിയിരിക്കുന്നു. എല്ലാവരും 22 പേരും ഈ ഒരു ഹോട്ടലിൽ മടങ്ങിയെത്തിയ ശേഷം ഒന്നിച്ച് ഇനി അങ്ങോട്ടുള്ള യാത്ര സംബന്ധിച്ച് തീരുമാനമെടുക്കാം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നോർക്കയുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ നോർക്കയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇപ്പോൾ അത്തരത്തിൽ ഇവരെ കൊണ്ടുപോകാനുള്ള ഒരു പദ്ധതി നോർക്കയ്ക്ക് ഇല്ല. കാരണം ഒരു സ്വകാര്യ ടൂർ ഏജൻസിയുമായി ബന്ധപ്പെട്ടാണ് ഇവർ എത്തിയത് എന്നതിനാൽ തന്നെ ആ ഏജൻസി തന്നെ ഇവരെ കൊണ്ടുപോകും എന്ന തരത്തിലാണ് നോർക്കയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും തുടർന്നുള്ള യാത്ര സംബന്ധിച്ച്
സംബന്ധിച്ച് അവർക്ക് മറ്റ് വാഹനങ്ങൾ നോക്കേണ്ടതുണ്ട്. അത് ഇവരെ ഇവിടെ എത്തിച്ച ടൂർ കമ്പനി, ആ ടൂർ ഏജൻസി തന്നെ അതിനുള്ള സൗകര്യം ഒരുക്കുമോ, എന്താണ് സാഹചര്യം എന്നുള്ളത് ഉൾപ്പെടെ എല്ലാവരും എത്തിയ ശേഷം കൂടിയാലോചിച്ചായിരിക്കും അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമെടുക്കുക. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും മടങ്ങുക. നേരത്തെ ഉണ്ടായിരുന്ന ഇവരുടെ ഒരു യാത്രാ പദ്ധതി എന്തായാലും ഇപ്പോൾ മാറ്റിമറിക്കപ്പെട്ടിരിക്കുന്നു. എന്തായാലും പുതിയൊരു സാഹചര്യത്തിൽ ഇവിടെ നിന്ന് എത്രയും വേഗം മടങ്ങാനുള്ള സൗകര്യങ്ങൾ തന്നെയാണ് ഇവർ ആലോചിക്കുന്നത്. ഏതായാലും ഇവരിപ്പോൾ എത്തിയിരിക്കുന്നത് സുരക്ഷിതമായൊരു ഇടത്ത് തന്നെയാണ്. അവർ കുടുംബാംഗങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ? തീർച്ചയായും അനുജ, ഇവർ ഈ ഹെലിപ്പാഡിൽ ഇന്ന് രാവിലെ ഓരോരുത്തരെയും 4-5 പേരടങ്ങുന്ന സംഘമായാണ് ഇവരെ തിരികെ എത്തിച്ചത്. അപ്പോൾ ഈ ITBP ക്യാമ്പിനകത്തുള്ള വെച്ച് തന്നെ അവിടെ ഇവർക്ക് മൊബൈൽ നെറ്റ്വർക്ക് ലഭ്യമായിരുന്നു. ഫോൺ ഓഫായതുപോലെ ഓണാക്കി ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. അവിടെ വെച്ച് തന്നെ പലരും വീട്ടിൽ ആളുകളെ എല്ലാവരും തന്നെ ആയി ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ ആശ്വാസകരമായിരിക്കുന്നത് ഈ ഹോട്ടലിൽ മടങ്ങിയെത്തുന്ന ഒരു ഘട്ടത്തിലാണ്. എന്തായാലും നമുക്ക് കാണാം, എല്ലാവരും തന്നെ ഫോൺ ചെയ്യുന്ന ഒരു തിരക്കിലാണ്. വീട്ടിലെല്ലാവരും വിളിക്കുന്നു. വലിയ ആശങ്കയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ തിരികെ? എല്ലാവരും ഇങ്ങനെ ആക്ഷ്യസ് ആയിരിക്കാൻ ഇത്ര 4-5 ദിവസമായിട്ട് വിവരമൊന്നും ഇല്ലാത്ത കാരണം. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ വിളിച്ച് വർത്താനം പറയുമ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയിരിക്കും. എല്ലാവരും വിചാരിച്ച് ഇതെല്ലാം കണ്ടപ്പോൾ ജീവനോടെ കാണാൻ കിട്ടുമെന്ന് പോലും വിചാരിക്കാതിരിക്കുകയായിരുന്നു. വീട്ടിലതായപ്പോൾ സിസ്റ്റേഴ്സൊക്കെ ഫോൺ ചെയ്ത് പറയുന്നത് എന്തായാലും സേഫ് എത്തിയില്ല, അതാണ് ഗ്രേറ്റ് തിങ്. ബട്ട് ആക്ച്വലി ഇത്രയും കാണിച്ചമാതിരി നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായില്ല. നമ്മളെ സേഫ് ആയിരുന്നു ആക്ച്വലി. ആൻഡ് അവർ നമ്മളെല്ലാവരും നല്ല ടേക്ക് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഫുഡിനൊന്നും നമുക്കൊരു പ്രശ്നം ഉണ്ടായില്ല. ഉണ്ണി നമുക്ക് ഡെയിലി ഇതുപോലെ നമ്മുടെ ക്ലോത്ത്സ് ഒന്നും ഇല്ലാത്ത കാരണം കുളിക്കാനൊക്കെ ഒരു വിഷമം. ആ 4 ദിവസത്തെ സെയിം ക്ലോത്ത്സ്, അല്ലാതെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ശരി, അതാണ് ഉത്തരകാശിയിലേക്ക് എത്തിയിരിക്കുന്നു. മലയാളികൾ എയർലിഫ്റ്റ് ചെയ്തു. അവർ ഇപ്പോൾ സുരക്ഷിതരാണ്. കുടുംബാംഗങ്ങളുമായി അവർ ബന്ധപ്പെടുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.